നിരാശ നിന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് നബിയ്യനാ റസൂലുള്ളാഹി ഉറക്കെ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്ലാം മനുഷ്യരെ പരിശീലിപ്പിച്ചിട്ടുള്ള നിരാശ ജീവിതത്തിൽ പാടുണ്ടോ? ഉണ്ടോ? നിരാശ സാധാരണ ഭാവമല്ല, മനസ്സിലാക്കിക്കോ. നിരാശ എന്ന് പറയുന്നത് ഒരു സാധാരണ തെറ്റല്ല, അതൊരു വലിയ തെറ്റാ. ഇത് നിരാശ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷ അറ്റുപോവുക. മക്കളില്ല അല്ലേ, 10-15 കൊല്ലമായി മക്കളില്ല, വയസ്സ് കുറയായി ഉസ്താദെ മക്കളില്ല, ഇനിയിപ്പോൾ ഉണ്ടാകില്ല, അല്ല തരൂല്ല എന്നതിനർത്ഥം. നിരാശ. നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു ടണ്ണ് കമ്പിയുടെ പൈസ തന്ന നമ്മുടെ തിരൂരുള്ള ഒരു സഹോദരൻ 20 കൊല്ലം കഴിഞ്ഞിട്ട് അല്ല ഒരു സന്താനത്തിന് കൊടുത്ത്. നമ്മുടെ ഉപാശക്കാരുടെ പ്രായമൊന്നും അല്ലെന്ന് തോന്നില്ല, അണ്ണൻ കേട്ടില്ല, നല്ല പ്രായമുള്ള ഒരാളാ. നമ്മുടെ സജിയണ്ണൻ്റെ ഒക്കെ പ്രായം ഉണ്ടാകും അദ്ദേഹത്തിന്, 40 വയസ്സ് കഴിഞ്ഞില്ലേ? 40 വയസ്സൊക്കെ കഴിഞ്ഞു. ചെറിയൊരു മകൾ, 8, 6, 7 വയസ്സുള്ളൊരു മകളുണ്ട്. 20 കൊല്ലം കഴിഞ്ഞിട്ട് അല്ല സന്താനത്തിന് കൊടുത്ത്. അദ്ദേഹത്തിൻ്റെ സഹോദരനും മക്കളില്ല. ഞാൻ പറഞ്ഞു, വേറെ വഴുതൊന്നും കേൾക്കണ്ട, കൂടപ്പുറപ്പിനെ നോക്കിയാൽ മതി, അല്ല തരാൻ കഴിവുള്ളവനാണെന്ന് അതിനേക്കാളും വലിയ തെളിവില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിരാശ ജീവിതത്തിൽ പാടില്ല. നിരാശ വന്നുപോയാൽ റബ്ബിൻ്റെ സഹായം നിന്നുപോകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ജീവിതത്തിൽ നിരാശ വന്നുപോയാൽ പടച്ച റബ്ബിൻ്റെ സഹായം നമ്മളായിട്ട് നഷ്ടപ്പെടുത്തുന്നത്. ഒരിക്കലും നിരാശ പാടില്ല. മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൂരിഭാഗം മനുഷ്യരും ആത്മഹത്യയ്ക്ക് പ്രചരിപ്പിക്കുന്നത്, ഈ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊടുക്കുന്നത് നിരാശയാണെന്ന ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാ, വലാ തഅസൂ മിൻ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. ജീവിതത്തിൽ നിരാശയുള്ളവര് കേട്ടോ, ജീവിതത്തിൽ നിരാശപ്പെടുന്നവര് കേട്ടോ, ഈ ആയത്ത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാ, ഇത് നിങ്ങൾക്കുള്ള പാഠമാണ്. ജീവിതത്തിൽ നിരാശയും കൊണ്ട് നടക്കുന്നവര് അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിൽ നിന്നുള്ള ആശ ഉണ്ടല്ലോ, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷയുണ്ടല്ലോ, പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു പ്രതീക്ഷ അറ്റുപോകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിരീങ്ങൾക്കല്ലാതെ അല്ലെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ ഖുർആൻ പറയുകയാ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായം കിട്ടുമെന്നുള്ളത് ഒരാൾക്ക് എന്ന് നഷ്ടപ്പെട്ടു പോകുന്നോ അത് കാഫിരീങ്ങൾക്ക് മാത്രമേ നഷ്ടപ്പെട്ടു പോകത്തുള്ളൂ, മുസ്ലിമിന് നഷ്ടപ്പെട്ടു പോകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം നിരാശ ആർക്കേ ഉണ്ടാകൂ? ഈമാനില്ലാത്തവനെ ഉണ്ടാകൂ. നിരാശ ഈമാനുള്ള ഒരാളുടെ ജീവിതത്തിൽ അവൻ്റെ നിഘണ്ടുവിൽ തന്നെ നിരാശയില്ല. കാരണം അവൻ്റെ റബ്ബ് എന്തിനും കഴിവുള്ളവൻ, അവൻ്റെ അല്ല എന്തിനും കഴിവുള്ളവൻ. എൻ്റെ റബ്ബ് എന്തിനും കഴിവുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നിങ്ങൾക്കുണ്ടാ ഏതെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടോ? ഒരെണ്ണം പറ. അള്ളാഹുവിന് കഴിയാത്ത ഒരെണ്ണം നിങ്ങൾ പറ. ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ വിശ്വാസമില്ല. അള്ളാഹുവിന് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? ആകാശത്ത് നിന്നിട്ടും മഞ്ഞും സെൽവി ഇറക്കി തന്നവനാ അള്ളാഹ്. ആകാശത്ത് നിന്നിട്ട് ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ മന്നും സെൽവി അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്ത നല്ല തേൻ കട്ടയും ചുട്ട കോഴിയൊക്കെ ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്തില്ല. അള്ളാഹിക്ക് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ചുമ്മാ അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ അടിക്കുക പോലൊന്നുമല്ല. അള്ളാഹിക്ക് സർവ്വതിനും കഴിവുണ്ട്. അപ്പൊ ജീവിതത്തിൽ നിരാശ, മുസ്ലിമിന് നിരാശയുണ്ടാകില്ല. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവന് മാത്രമേ നിരാശയുണ്ടാകൂ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പം ജീവിതത്തിൽ നിരാശയുണ്ടെങ്കിൽ അതിനർത്ഥം ഈമാനില്ല എന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരൻ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറയുന്നു, ഖബില മൗതിഹി ബിസലാസതി അയ്യാം യഖൂലു ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജൽ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ് പറയുന്നു. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ് പറയുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്
നിങ്ങളിൽ ഒരാളും അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുള്ളവനായിരിക്കലല്ലാതെ നിങ്ങൾ മരിക്കരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു. മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് പറയുന്നു, ഒരാളും മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കാത്ത രീതിയിൽ ഒരാളും മരിച്ചു പോകരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് 5-ാമത്തെ കാര്യം, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം. അള്ളാഹു സർവ്വതിനും കഴിവുള്ളവനാ. ക്യാൻസർ തന്ന എന്തിനാ സഹോദര? എത്രയോ പേര് ഇവിടെ വയലിന് ഉസ്താദേ ടെസ്റ്റിന് അയച്ചു, ഡോക്ടർ പറയുന്നു എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, 2ാമതും ഒരു സ്കാനിങ് ഉണ്ട്, ഒന്നുമില്ല എന്ന് പറയണം. ദുആ ചെയ്തു. ആദ്യത്തെ ടെസ്റ്റിൽ എന്തോ രോഗമുണ്ട്, 2ാമത്തെ ടെസ്റ്റിൽ രോഗമില്ല. നോക്കിയ ഡോക്ടർ കണ്ണ് തള്ളിയിട്ട് ചോദിക്കുന്നു എന്തേ സംഭവിച്ചതെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആദ്യത്തെ ടെസ്റ്റിൽ ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു പ്രയാസം കാണുന്നുണ്ട്, ക്യാൻസറിൻ്റെ അടയാളമാണെന്ന് തോന്നുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഒറ്റ ആഴ്ച കൊണ്ട് അത് മാറ്റിയവനാരാ? അല്ലാഹ്. അതാ നമ്മൾ മനസ്സിലാക്കേണ്ട. അള്ളാഹിക്ക് കഴിയുമെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 6-ാമതായിട്ട് അള്ളാഹുവിൻ്റെ ദീൻ പറയുന്നു, ആത്മഹത്യ ചെയ്യുന്നവന് മരണാനന്തരം ലഭിക്കുന്ന ശിക്ഷകളെക്കുറിച്ച് ഗൗരവത്തോടുകൂടി പഠിക്കണമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.